എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം ദൈവജ്ഞ ലക്ഷണം ആണ്. ദൈവജ്ഞൻ എന്ന് പറഞ്ഞാൽ ജ്യോതിഷി എന്നാണ്. ജ്യോതിഷികൾക്കുള്ള ലക്ഷണത്തെക്കുറിച്ചാണ്, എന്തൊക്കെ ക്വാളിറ്റി വേണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിന് പ്രശ്നമാർഗത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അനേകഹോരതന്ത്രജ്ഞ പഞ്ചസിദ്ധാന്ത കോവിത ഊഹാപോഹപടുഹു സിദ്ധമന്ത്രോ ജാനാതി ജാതകം. സിദ്ധമന്ത്രോ ജാനാതി ജാതകം, ജാതകം കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയുടെ ക്വാളിറ്റി. അതായത് ജാതകം കൈകാര്യം ചെയ്യുന്ന ആരാണ്? ജ്യോതിഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അനേക ഹോര തന്ത്രജ്ഞ എന്നാണ്. അനേക തരത്തിലുള്ള ഹോരകളുണ്ട്, ഹോരയുടെ വ്യാഖ്യാനങ്ങളുണ്ട്. വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും ബെറ്റർ ദശാധ്യായിയൊക്കെയാണ്. അപ്പോൾ അനേക ഹോരകളിൽ ലഭ്യമായവ വരാഹഹോര, അതായത് വരാഹമിഹിരാചാര്യൻ്റെ ബൃഹത് ജാതകം എന്ന് പറയുന്ന ഒരു ചുമല ബുക്കാണ്. അതാണ് മുഖ്യമായിട്ടും നമ്മൾ എടുക്കുന്നത്. പിന്നെ പരാശരഹോര എന്ന് പറയുന്നൊരു ഹോരയുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്യാദി ജാതക, അതുപോലെ തന്നെ ദശാധ്യായി ഇത്യാദി ജാതക വിഷയങ്ങൾ. ദശാധ്യായിക്കകത്ത് പ്രശ്ന വിഷയങ്ങളും ഉണ്ട് കേട്ടോ. അതിൽ തന്നെയാണ് ഈ ചൊവ്വാദോഷം പോലെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതും. അപ്പോൾ ഇത്യാദി ജാതക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഹോരാശാസ്ത്രം മുഖ്യമായിട്ടും അറിഞ്ഞിരിക്കണം. അതാണ് അനേക ഹോര തന്ത്രജ്ഞ എന്നത് പറയുന്നത്. അപ്പോൾ അത് നിത്യവും പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. എന്നും വായിക്കുക, ഓരോ അധ്യായം വെച്ച് എന്നും വായിച്ച് നിത്യം പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ മെമ്മറിയിൽ തന്നെ വരാഹമിഹിരാചാര്യൻ്റെ അനുഗ്രഹവും നമ്മുടെ ഗുരുനാഥൻ്റെ അനുഗ്രഹവും ഒക്കെ ഓൾറെഡി വന്നു കൂടിക്കോളും. അതാണ് പറയുന്നത് അനേകഹോര തന്ത്രജ്ഞ. പഞ്ചസിദ്ധാന്ത കോവിത. ഈ പഞ്ചസിദ്ധാന്ത കോവിത എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ 18ഓളം സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് 5ലേക്ക് എത്തി. ഇപ്പോഴത് ഗണിതക്രിയ എന്ന് പറയുന്ന അത് ഗണിതം അറിഞ്ഞിരിക്കണം എന്നാണ് ആ പഞ്ചസിദ്ധാന്ത കോവിത എന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് പഞ്ചസിദ്ധാന്തങ്ങളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയുള്ള കാര്യമല്ല. പകരം ഗണിതക്രിയകൾ, അന്നത്തെ ഉദയം വെച്ചിട്ടുള്ള ഗ്രഹനിലയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഗണിതക്രിയ അറിഞ്ഞിരിക്കണം എന്നത് സാരം. അതുപോലെ തന്നെയാണ് അടുത്തതാണ് അനേകഹോര തന്ത്രജ്ഞ പഞ്ചസിദ്ധാന്ത കോവിത ഊഹാപോഹപടു എന്നതാണ്. അവിടെയാണ് ജ്യോതിഷിയുടെ അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ്റെ കഴിവിരിക്കുന്നത്. ഊഹം അപോഹം, അതായത് ഊഹത്തിൻ്റെ നേരെ വിപരീതം, അതായത് ഊഹിക്കുക, അതിൽ നിന്ന് കട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ ആദ്യത്തെ വാക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് ഊഹം എന്നാണ്. ഊഹം എന്നാൽ ഇതമേവം ഭവേദ്യൂഹ എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ സംഭവിക്കും എന്ന് ഊഹിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ സംഭവിക്കും എന്ന് ഊഹിക്കുന്നതിനാണ് ഊഹം, അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനാണ് ഊഹം എന്ന് പറയുന്നത്. അതിൻ്റെ അപോഹം എന്നാൽ ഇതമേവം ന ഭവേത്യപോഹ എന്നാണ്. ഇവിടെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ച കാര്യത്തെ തന്നെ അതിൻ്റെ യുക്തിയും യുക്തിഭദ്രതയും എല്ലാം കൂടി ആലോചിച്ചതിന് ശേഷം, ഉദാഹരണം 9 വയസ്സുള്ള കൊച്ചിൻ്റെ ജാതകം നോക്കാൻ വന്നു, ഒരു 50 വയസ്സുള്ള ആളുടെ ജാതകം നോക്കാൻ വന്നു. അപ്പോൾ 50 വയസ്സുള്ള ആളുടെ ജാതകം നോക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളുടെ വരെ കാര്യങ്ങൾ പറയാൻ പറ്റും. അതേസമയം ഇവിടെ 9 വയസ്സുള്ള കൊച്ചിൻ്റെ ജാതകം ചിന്തിക്കുന്ന സമയത്ത് കൊച്ചുമക്കളുടെ കാര്യം പറയാൻ പാടില്ല. അതാണ് അപോഹം എന്ന് പറയുന്നത്, അപോഹം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് സംസാരിക്കേണ്ട അതായത് ജ്യോതിഷിയുടെ ഒരു വാക്ക്, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നതാണ് സത്യം കുർവന്തു ഭാരതി, എൻ്റെ വാക്കുകളെ സത്യമാക്കി തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് സത്യമാകണം, അസത്യമല്ല, അത് സത്യമായി മാറണം. അപ്പോൾ അതിന് വേണ്ടത് ചിന്തിക്കാനുള്ള കഴിവ്. ആ ചിന്തയിൽ തന്നെ, ആ ചിന്താമണ്ഡലത്തെ നിലനിർത്തി അതിൽ നിന്ന് കാര്യങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് എന്ത് പറയണം എന്നൊക്കെ ചിന്തിക്കുന്നതിനാണ് അപോഹം, ഊഹാപോഹപടു എന്ന് ചിന്തിക്കുന്നത്. ഊഹിക്കുക, അതിനുപരിയായിട്ട് ഊഹിക്കുക എന്ന് വേണേലും അതിനെ ചിന്തിക്കാം. അടുത്തതാണ് സിദ്ധമന്ത്രം.
അതും ഒരു വലിയ പോർഷനാണ്, വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് മന്ത്രം. നമ്മുടെ ഗുരുനാഥൻ ഒരു മന്ത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിദ്ധി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂലമന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞു തരും ഗുരുനാഥന്മാർ. അപ്പോൾ അതിനെ അക്ഷരലക്ഷം ജപിക്കണം എന്നതാണ് നിയമം. അതായത് ഇനിയിപ്പം അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം, അതൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ, അതായത് മന്ത്രസിദ്ധിക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അത് വീഡിയോ ആയിട്ട് തന്നെ വേണമെങ്കിൽ എടുത്തു തരാം, പെയ്ഡ് വീഡിയോ ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ നമ്മൾ നമശിവായ, ഉദാഹരണം നമശിവായ എന്ന് പറയുന്ന ഒരു മന്ത്രമാണ് നമ്മുടെ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ 5 അക്ഷരം, പഞ്ചാക്ഷരിയാണ്. അപ്പോൾ 5 ലക്ഷം പ്രാവശ്യം, അതാണ് അക്ഷരലക്ഷം എന്ന് പറയുന്നത്. 5 ലക്ഷം പ്രാവശ്യം ആ മന്ത്രം ചൊല്ലി നമ്മൾ സിദ്ധി നേടിയിരിക്കണം. അതിനാണ് സിദ്ധമന്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മന്ത്രസിദ്ധി നേടിയവനെയാണ് സിദ്ധമന്ത്രം എന്ന് പറയുന്നത്, സിദ്ധൻ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട്? അപ്പോൾ ജ്യോതിഷ നിർബന്ധമായിട്ടും ജപം, അതുപോലെ തന്നെ നിത്യാനുഷ്ഠാനം എല്ലാം ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവജ്ഞൻ എന്ന് പറയുന്ന ലക്ഷണത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ജ്യോതിഷം ഒരു വെറും ശാസ്ത്രം അല്ല, വെറും ഈ കൈനോട്ടക്കാർ പറയുന്ന പോലെ സംവിധാനങ്ങളൊന്നുമല്ല. നമുക്ക് വെറുതെ വാക്കുകൾ പറയാനുള്ളതുമല്ല, കൃത്യമായി പഠിച്ച് സ്പഷ്ടമായി സംസാരിക്കുവാനുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിശാസ്ത്രം. അതിനെ വേണ്ട വിധം നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.